ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ BS6 മോഡൽ വണ്ടി ജന സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്കതിനകത്ത് ജന സർവീസ് പറഞ്ഞിട്ടുണ്ട്. ടൈം, അതായത് മീറ്ററിനകത്ത് ടൈം തെറ്റി കിടക്കണം, അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം. ബ്രേക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്, വാട്ടർ സർവീസ്, ഓയിൽ ചെക്കപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കരിഞ്ഞ മണമുള്ള കേസ് പോലെ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ഓടിച്ചു നോക്കിയപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു പ്രശ്നം തോന്നിയൊന്നുമില്ല. എന്നാൽ പോലും നമ്മളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ സർവീസിനോടനുബന്ധിച്ച് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. കമ്പനി ലൈനർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. അതിൽ വേറെ കംപ്ലയിൻറ്റും പ്രശ്നങ്ങളൊന്നുമില്ല. ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിലത്തെ ടയർ നമുക്ക് കുറച്ചും കൂടി ഓടാനുള്ളൂ കേട്ടോ. ഏറെക്കുറെ അതിൻ്റെ ഒരു 90% കഴിഞ്ഞ് നിൽക്കണേ. അപ്പോൾ മാറ്റിയിടുന്ന സമയത്ത് നമുക്ക് കമ്പനി മോഡൽ മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് MRF അപ്പോളോ CH ഏതായാലും നമുക്ക് ഇതേപോലത്തെ പാറ്റേൺ അല്ല, നമുക്കത് ശരിക്കും കമ്പനി വരുന്ന മോഡൽ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. പിന്നെ ബ്രേക്ക് ഹബിൻ്റെ ഭാഗത്തൊന്നും വേറെ പറയത്തക്ക പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നമുക്കൊന്ന് ബ്രേക്കൊന്ന് ക്ലീൻ ചെയ്തിടാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് നമ്മളൊന്ന് അയച്ച് ചെക്ക് ചെയ്തിടണം. അതിൽ ജസ്റ്റ് കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. കമ്പനി ഫിൽറ്റർ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കുന്നത്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ച് ചെക്ക് ചെയ്തു. പ്രത്യക്ഷത്തിൽ വേറെ പ്രശ്നമില്ല. ഈ സൈഡിൽ ഓയിൽ സീൽ ചെറിയൊരു ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഓയിലിൻ്റെ നനവ് കണ്ടോ. അപ്പോൾ അത് കൈയോടെ നമുക്ക് ആ ഓയിൽ സീൽ മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. ക്ലച്ചിനകത്ത് അങ്ങനെ വേറെ പറയത്തക്ക പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾ ക്ലച്ച് ഫുള്ളായിട്ട് അഴിച്ച് നോക്കിയായിരുന്നു. ഗ്രീസിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് അഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ റബ്ബറുകൾ ചെറുതായിട്ടൊന്ന് ചതഞ്ഞിട്ടുണ്ട്, ഈ വന്ന ചെറിയ റബ്ബറുകൾ, അതൊന്ന് മാറ്റിയിട്ടേക്കാം. ക്ലച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. നിലവിൽ വേറെ അങ്ങനെ പ്രോബ്ലം ക്ലച്ചിനകത്തും പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്നില്ല കേട്ടോ. അപ്പോൾ ക്ലച്ച് ഷൂവിനകത്ത് ചെറുതായിട്ട് സ്ലിപ്പായേക്കണേൻ്റെ ഒരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആയിരിക്കാം നമുക്ക് ആ സ്മെല്ല് കിട്ടിയത്. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം. പ്രത്യക്ഷത്തിൽ വേറെ അങ്ങനെ കംപ്ലയിൻസ് ആയിട്ട് നമുക്ക് കിട്ടി വിചാരിച്ചു കേട്ടോ. പിന്നെ അത് ചിലപ്പോൾ ഒരുപാട് കിലോമീറ്ററുകളോളം ചൂടായിട്ട് ഓടുമ്പോഴായിരിക്കും ചിലപ്പോൾ പ്രശ്നം കാണിക്കുക. അപ്പോൾ നോർമൽ ഇവിടെ ഓടിക്കുമ്പോൾ അങ്ങനെ പ്രശ്നം കിട്ടിയൊന്നുമില്ല. പിന്നെ അതേപോലെ ബെൽറ്റൊക്കെ ചെക്ക് ചെയ്തു. ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കുന്നത്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. അപ്പോൾ ക്ലച്ചിനകത്തായാലും ജസ്റ്റ് ഒന്ന് ക്ലീനിങ്, നമുക്ക് ആ ഓയിൽ സീലും മാറ്റാം, അതിൻ്റെ ആ റബ്ബർ സെറ്റും മാറ്റി റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ അവിടെയും ഇവിടെ വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ ഈ ഇങ്ങനത്തെ മോഡൽ BS6 മോഡൽ ഓയിൽ ലീക്ക് വന്നു കഴിയുമ്പോൾ ഇവിടുന്ന് സൈലൻസറിലേക്ക് വന്നിട്ട് ചാടാറുണ്ട്. അങ്ങനെ വരുമ്പോഴും ഈ പറഞ്ഞ രീതിയുടെ ഓയിൽ കരിയുന്ന സ്മെല്ല് കാണിക്കാറുണ്ട്. ഇത് അങ്ങനത്തെ പ്രശ്നം കാണുന്നില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ബാറ്ററിയൊക്കെ നമ്മളിത് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി വോൾട്ടൊക്കെ 12.95 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കറക്റ്റ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണ്. നിലവിൽ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബാറ്ററിയുടെ ഭാഗവും ഓക്കെയാണ്. നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്ക് വീൽ അഴിച്ചാണ്. അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് അതിൻ്റെ ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യട്ടോ. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ ബാക്കിലത്തെ ടയറിൻ്റെ കേസ് പറഞ്ഞല്ലോ, ഇതാണ് അതിൻ്റെ പാറ്റേൺ കേട്ടോ. ഈ പാറ്റേണാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഇത് വണ്ടി വന്നപ്പോൾ ഉള്ള ടയറാണ്, നമ്മൾ മാറ്റിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഇതേപോലെ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് ശരിക്കും. കാരണം മറ്റേന്ന് പറയുമ്പോൾ നമുക്ക് അത് ഓടിക്കുമ്പോൾ കുറച്ച് ഓടിക്കുമ്പോഴത്തേക്ക് ഹാൻഡിലുമ്പോൾ ബലമൊക്കെ അനുഭവപ്പെടുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ അതാണ്. നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ഈ മോഡലാണ്, ഈ മോഡൽ കട്ട് ചെയ്യണം. അതിപ്പോൾ അപ്പോഴായാലും കുഴപ്പമില്ല, MRF CH ഏത് യൂസ് ചെയ്താലും പാറ്റേൺ ഇതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. ഈ ടയർ ഒരു പ്രാവശ്യം മാറ്റി ഇട്ടേണ്ടതിലും കേട്ടോ. എന്തായാലും ഈ ടയർ ഏകദേശം ഒരു 70% ഇതും ആയിട്ടുണ്ട്. വേറെ പ്രോബ്ലം ഒന്നുമില്ല, നമുക്കത് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ സ്പാർക്ക് പ്ലഗൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല പ്ലഗ്ഗാണ്. നമുക്ക് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ കൂടെ പ്ലഗും കൂടി മാറ്റിയിടേണ്ടി വരും. പിന്നെ എഞ്ചിൻ ഓയിൽ നോക്കി, നമുക്ക് ഓയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കിലോമീറ്റർ കുറച്ചും കൂടി ഓടാനുണ്ട്. അപ്പോൾ ഞാനത് നെക്സ്റ്റ് ഓയിൽ ചേഞ്ചിൻ്റെ കിലോമീറ്റർ ഒന്ന് നോട്ട് ചെയ്തിട്ട് തന്നേക്കാം. വലിയ കളറിലൊന്നും വേരിയേഷനൊന്നും വന്നിട്ടൊന്നുമില്ല. ഇതിൻ്റെ ശരിക്കും കളർ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ശരിക്കും 3000 കിലോമീറ്ററാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ കിലോമീറ്റർ ബേസിൽ നമ്മൾ സിസ്റ്റത്തിൽ നോക്കുമ്പോഴും നമുക്ക് കിലോമീറ്റർ ബേസിലും ആയിട്ടില്ല, മാറുന്ന ടൈം ആവണുള്ളൂ. അപ്പോൾ ഞാനത് നെക്സ്റ്റ് ഓയിൽ ചേഞ്ചിൻ്റെ ടൈമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് തരാം. നിലവിൽ ജനറലായിട്ടുള്ള സർവീസാണ്. അതിനകത്ത് നമുക്ക് ആ കരിഞ്ഞ സ്മെല്ലിൻ്റെ കേസ് മാത്രം നമുക്ക് മനസ്സിലായിട്ടില്ല. പ്രത്യക്ഷത്തിൽ വേറൊരു കംപ്ലയിൻ്റ് ഇല്ല, കാണുന്നില്ല. എന്തായാലും നമുക്കൊരു മേജറായിട്ടുള്ളൊരു കംപ്ലയിൻറ്റോ അങ്ങനത്തെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന സംഭവമൊന്നുമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ പോലും കേട്ടോ. കാരണം ബെൽറ്റിന് നോക്കിയാലും സാധാരണ വരാമെന്ന് പറഞ്ഞാൽ ബെൽറ്റിൻ്റെയൊക്കെ ഒരു പ്രശ്നം വരുള്ളൂ. ഇത് ബെൽറ്റും പുതിയ ബെൽറ്റാണ് കിടക്കണേ, സ്ലിപ്പിങ്ങൊന്നും കാണുന്നില്ല. ക്ലച്ചിനകത്തായാലും ഈ ഒരു ഓയിൽ ലീക്ക് അല്ലാണ്ട് മേജറായിട്ടുള്ള ഓയിൽ ലീക്ക് ഒന്നുമില്ല. ആ ഓയിൽ ലീക്ക് കൊണ്ട് നമുക്ക് ആ പ്രശ്നം വരില്ല എന്തായാലും. കാരണം അതിനുള്ള ലീക്കില്ല, ആരംഭമാണ്. നമ്മൾ കൈയോടെ തന്നെ നമുക്കത് ക്ലിയർ ചെയ്തിടാം. അതെ, പിന്നെയുള്ള ക്ലച്ച് ഷൂവിൻ്റെ ആണ്. ക്ലച്ച് ഷൂ ഔട്ടർ തമ്മിലുള്ള ആ ഒരു കോൺടാക്റ്റിൻ്റെ ആയിരിക്കാം. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടാം. ഇത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. മേജറായിട്ട് എന്തായാലും ഇല്ല. ഓക്കെ, വേറെ പ്രോബ്ലം ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓടിക്കുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റും കാണുന്നില്ല. ഓക്കെ.